ഹായ്, എല്ലാവർക്കും നമസ്കാരം. കെമിക്കൽ റിയാക്ഷൻസ് ആൻഡ് ഈക്വേഷൻസ് എന്ന നമ്മുടെ 1-ാം അധ്യായത്തിന്റെ പാർട്ട് 2A സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളൊരു മഗ്നീഷ്യം റിബൺ കത്തിക്കുന്നത് കണ്ടത് ഓർക്കുന്നുണ്ടോ? കണ്ണഞ്ചിപ്പിക്കുന്ന വെളിച്ചത്തോടെ അതൊരു വെളുത്ത പൊടിയായി മാറിയില്ലേ? ഇന്ന് ആ നടന്ന പ്രവർത്തനത്തെ എങ്ങനെ വാക്കുകളിലൂടെയും ചിഹ്നങ്ങളിലൂടെയും, അതായത് കെമിസ്ട്രിയുടെ സ്വന്തം ഭാഷയിൽ എഴുതാമെന്ന് നമുക്ക് നോക്കാം. അപ്പോ നമ്മൾ കണ്ട ആ റിയാക്ഷനെ ഇങ്ങനൊരു വാക്യത്തിൽ എഴുതാൻ പറ്റും. ഇത് ശരിയാണ്, ഒരു തെറ്റുമില്ല. പക്ഷെ ഒന്ന് ആലോചിച്ചു നോക്കിക്കേ, എല്ലാ കെമിക്കൽ റിയാക്ഷനെയും കുറിച്ചിങ്ങനെ നീട്ടി വലിച്ചെഴുതുന്നത് കുറച്ച് ബുദ്ധിമുട്ടല്ലേ? ഒരുപാട് സമയമെടുക്കും അല്ലേ? അപ്പൊ നമ്മൾ സ്വാഭാവികമായും ചിന്തിക്കും, ഇതിനെ ഒന്നുകൂടി ചെറുതാക്കി ഒറ്റ നോട്ടത്തിൽ തന്നെ കാര്യം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു രീതി വല്ലതും ഉണ്ടോ? ഒരു ഷോർട്ട് കട്ട് പോലെ? തീർച്ചയായും ഉണ്ട്. അതാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. അതെ, അതിനുള്ള നമ്മുടെ ആദ്യത്തെ വഴിയാണ് വേർഡ് ഇക്വേഷൻ. അതായത് വാക്കുകൾ ഉപയോഗിച്ചുള്ള ഒരു സമവാക്യം. ഒരു കെമിക്കൽ ഇക്വേഷൻ എഴുതുന്നതിലേക്കുള്ള നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പാണിത്. അപ്പോ എന്താണ് ഈ വേർഡ് ഇക്വേഷൻ? ഒന്നുമില്ല, വളരെ സിമ്പിളാണ്. ആ വലിയ വാക്യത്തിനു പകരം ആ റിയാക്ഷനിൽ ആരൊക്കെയാണോ പങ്കെടുത്തത്, എന്താണോ ഉണ്ടായത്, അവരുടെ പേരുകൾ മാത്രം ഉപയോഗിച്ച് എഴുതുന്ന രീതി. ഉദാഹരണത്തിന് മഗ്നീഷ്യം പ്ലസ് ഓക്സിജൻ എന്ന മഗ്നീഷ്യം ഓക്സൈഡ്. കണ്ടോ? ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് കാര്യം പിടികിട്ടി. മഗ്നീഷ്യവും ഓക്സിജനും ചേർന്നാണ് മഗ്നീഷ്യം ഓക്സൈഡ് ഉണ്ടായതെന്ന് വളരെ വ്യക്തമാണ്. ഇനി ഈ ഇക്വേഷനിലെ ചില പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നമുക്ക് പരിചയപ്പെടാം. ആദ്യത്തേതാണ് റിയാക്റ്റൻസ്. ഒരു കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്ന, അതായത് മാറ്റത്തിന് വിധേയമാകുന്ന വസ്തുക്കളെയാണ് നമ്മൾ റിയാക്റ്റൻസ് എന്ന് വിളിക്കുന്നത്. നമ്മുടെ ഈ ഉദാഹരണത്തിൽ മഗ്നീഷ്യവും ഓക്സിജനുമാണ് റിയാക്റ്റൻസ്. അതുപോലെ റിയാക്ഷന്റെ ഫലമായി പുതുതായിട്ടുണ്ടാകുന്ന പുതിയ വസ്തുവില്ലേ, അതിനെയാണ് നമ്മൾ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ പുതുതായി ഉണ്ടായ വെളുത്ത പൊടി, അതായത് മഗ്നീഷ്യം ഓക്സൈഡാണ് നമ്മുടെ പ്രോഡക്റ്റ്. ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മളൊരു ഇക്വേഷൻ എഴുതുമ്പോൾ എപ്പോഴും ഒരു രീതിയുണ്ട്. റിയാക്റ്റൻസിനെ എപ്പോഴും ഇക്വേഷന്റെ ഇടതുവശത്ത്, അതായത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എഴുതും. അതുപോലെ റിയാക്ഷൻ കഴിഞ്ഞുണ്ടാവുന്ന പ്രോഡക്റ്റിനെ വലതുവശത്തും റൈറ്റ് ഹാൻഡ് സൈഡിലും എഴുതും. ഇതൊരു നിയമം പോലെയാണ്. ഈ ഇക്വേഷനിലെ ചിഹ്നങ്ങളും പ്രധാനമാണ്. റിയാക്റ്റൻസിന്റെ ഇടയിൽ ഒരു പ്ലസ് ചിഹ്നം കണ്ടില്ലേ? അതിനർത്ഥം ഇവ രണ്ടും തമ്മിൽ പ്രവർത്തിക്കുന്നു എന്നാണ്. പിന്നെ ഈ ആരോ മാർക്ക് എന്തിനാണെന്നറിയോ? അത് റിയാക്ഷൻ ഏത് ദിശയിലേക്കാണ് പോകുന്നതെന്ന് കാണിക്കാനാണ്. നമുക്കതിനെ ഗിവ്സ് അല്ലെങ്കിൽ ടു yീൽഡ് എന്നൊക്കെ വായിക്കാം. അതായത് മഗ്നീഷ്യവും ഓക്സിജനും പ്രവർത്തിച്ച് മഗ്നീഷ്യം ഓക്സൈഡ് തരുന്നു. ഇപ്പൊ സംഭവം കുറച്ചുകൂടെ എളുപ്പമായല്ലേ? പക്ഷേ ശാസ്ത്രജ്ഞന്മാർക്കിത് പോരാ. അവർക്കെപ്പോഴും കാര്യങ്ങൾ ഇതിലും സിമ്പിളാക്കണം. ലോകത്ത് എവിടെയുള്ള ഒരു കെമിസ്റ്റിനും ഒറ്റയടിക്ക് മനസ്സിലാവുന്ന ഒരു കോഡ് ഭാഷ പോലെ ഇതിനെ മാറ്റാൻ പറ്റുമോ? വാക്കുകൾക്ക് പകരം വേറെന്തെങ്കിലും ഉപയോഗിക്കാൻ കഴിയോ? കഴിയും. അതിനാണ് നമ്മൾ കെമിക്കൽ ഫോർമുലകൾ ഉപയോഗിക്കുന്നത്. നോക്കിക്കേ, നമ്മൾ നേരത്തെ എഴുതിയ വേർഡ് ഇക്വേഷൻ എടുക്കുക. അതിലെ ഓരോ വാക്കിനും പകരം അതിന്റെ കെമിക്കൽ സിമ്പിൾ അല്ലെങ്കിൽ ഫോർമുല കൊടുക്കുക. മഗ്നീഷ്യത്തിനു പകരം Mg, ഓക്സിജന് പകരം O2, മഗ്നീഷ്യം ഓക്സൈഡിന് MgO. കണ്ടോ, ഇക്വേഷൻ എത്ര സിമ്പിളായി. Mg പ്ലസ് O2 ഗിവ്സ് MgO. ഇതാണ് കെമിസ്ട്രിയുടെ ശരിക്കുള്ള ഭാഷ. അപ്പൊ നമുക്കെന്തു പറയാം? ഒരു കെമിക്കൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഒരു കെമിക്കൽ റിയാക്ഷന്റെ ഏറ്റവും ലളിതമായ ചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള ഒരു പ്രതിനിധാനമാണ്. ഒരു വലിയ കഥയെ 1-2 വാക്കിൽ പറയുന്നത് പോലെയാണിത്. ഇങ്ങനെ കെമിക്കൽ ഫോർമുല വെച്ച് നമ്മൾ ആദ്യം എഴുതുന്ന ഈ ഇക്വേഷനെയാണ് സ്കെലിറ്റൽ കെമിക്കൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇതൊരു ബേസിക് രൂപം, ഒരു ചട്ടക്കൂട് മാത്രമാണ്. നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റുണ്ട്. ഈ സ്കെലിറ്റൽ ഇക്വേഷൻ മിക്കവാറും അൺബാലൻസ്ഡ് ആയിരിക്കും. അതായത് രണ്ട് സൈഡിലുമുള്ള ആറ്റങ്ങളുടെ എണ്ണം ഒരുപോലെ ആയിരിക്കണമെന്നില്ല. ശരി, ഇത്രയും പഠിച്ചില്ലേ? ഇനി നിങ്ങൾക്കുള്ള ഒരു ചെറിയ ചോദ്യം. ഈ കാണുന്ന റിയാക്ഷന്റെ വേർഡ് ഇക്വേഷൻ എങ്ങനെ എഴുതും? സിങ്ക് സൾഫ്യൂരിക് ആസിഡുമായി പ്രവർത്തിച്ച് സിങ്ക് സൾഫേറ്റും ഹൈഡ്രജനും ഉണ്ടാകുന്നു. ഒന്ന് ശ്രമിച്ചു നോക്കിയിട്ട് അതിന്റെ വേർഡ് ഇക്വേഷൻ എന്താണെന്ന് താഴെ കമന്റ് ചെയ്യൂ. അപ്പോൾ ഒരു സ്കെലിറ്റൽ കെമിക്കൽ ഇക്വേഷൻ എഴുതാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇതൊരു വലിയ സ്റ്റെപ്പ് തന്നെയാണ്. പക്ഷേ ഈ കഥ ഇവിടെ തീരുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ ഇക്വേഷൻ അൺബാലൻസ്ഡ് ആണെന്ന്? അതൊരു ചെറിയ പ്രശ്നമാണ്. അപ്പൊ എന്താണ് ഈ പ്രശ്നം, എങ്ങനെ അത് ശരിയാക്കാം എന്നൊക്കെയാണ് നമ്മൾ അടുത്ത ഭാഗത്തിൽ പഠിക്കാൻ പോകുന്നത്. പാർട്ട് 2Bയിൽ നമ്മളൊരു അൺബാലൻസ്ഡ് ആയ സ്കെലിറ്റൽ ഇക്വേഷനെ എങ്ങനെ ബാലൻസ് ചെയ്യാമെന്ന് വിശദമായിട്ട് തന്നെ നോക്കും. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്, ആരും മിസ് ചെയ്യരുത്.
അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞു വേർഡ് ഇക്വേഷൻ അല്ലെങ്കിൽ സ്കെലിറ്റൽ ഇക്വേഷൻ ഇതിലൊക്കെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഒരു മടിയും വിചാരിക്കേണ്ട, താഴെ കമന്റ്സിൽ ചോദിച്ചോളൂ. നമുക്ക് അടുത്ത ഭാഗത്തിൽ വീണ്ടും കാണാം.